Yeah, fine. Good evening all. Okay. So welcome to Eminent IAS. ഇന്ന് ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത ഉണ്ട് അല്ലേ? കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നിങ്ങൾ എല്ലാവരും എമിനന്റ് IASന്റെ കൂടെ വളരെ ഹാപ്പി ആയിട്ട് നിങ്ങളുടെ ലേണിംഗ് പ്രോസസ്സുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ആൻഡ് താങ്ക്സ് ഫോർ ജോയിനിങ്. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നൽകാൻ നമുക്ക് സാധിച്ചെന്ന് വിശ്വസിക്കുന്നു. ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ്? ജനറലി കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ക്ലാസ്സിൽ കയറിയിട്ടുള്ള ആൾക്കാർ ഒന്ന് പറയൂ, നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഐ എം വെയിറ്റിംഗ് ഫോർ യുവർ റെസ്പോൺസ്. ജസ്റ്റ് കമ്മ്യൂണിറ്റി വയ ചാറ്റ് ഇറ്റ് സെൽഫ്. Yeah, good. Super class. Then informative. Very nice. Super class. It was very good class or inspired. Okay, fine. I like it. Fine. There are different comments from your side. So we are happy to know that one. Now, in today's final session, ഇന്ന് നമ്മുടെ ഒരു ഫൈനൽ സെഷൻ ആണ് ഓഫ് ദിസ് ഫ്രീ സിവിൽ സർവീസ് പ്രോഗ്രാം. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് വി ആർ ഹാവിങ് സംതിങ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് വെരി അപ്ഡേറ്റ്സ് ആസ് വെൽ ആസ് നമുക്ക് ഇൻ ബിറ്റ്വീൻ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പതിയെ പറയാം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇന്ന് നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് സിവിൽ സർവീസ് ഫൗണ്ടേഷൻ എന്നുള്ളതാണ്. അപ്പൊ സിവിൽ സർവീസ് ഫൗണ്ടേഷനെ കുറിച്ച് പറയുന്നതിന്റെ മുന്നോടിയായിട്ട് ഒരു പ്രധാനപ്പെട്ട ചോദ്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് കണ്ണടക്ക്, ക്ലോസ് യുവർ ഐസ്. എന്നിട്ട് ചോദ്യം എന്നതാണ്, കണ്ണടച്ചു എല്ലാവരും? അപ്പൊ കണ്ണടച്ചിട്ട് തുറന്നിട്ട് ചാറ്റ് ചെയ്യണ്ട, കണ്ണടച്ചാൽ മതി. ഓക്കെ. അപ്പോൾ കണ്ണടച്ചിട്ട് നിങ്ങൾ ഈ ചോദ്യം വളരെ കൃത്യമായിട്ട് കേൾക്കുക. ചോദ്യം ഇതാണ്: നിങ്ങളുടെ ഡ്രീം ഓഫ് സക്സസ്, കരിയറിൽ നിങ്ങൾക്ക് എന്തായി തീരണം എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു ആഗ്രഹം. ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കണ്ണ് തുറന്നിട്ട് നിങ്ങൾക്ക് ചാറ്റ് ബോക്സ് വഴി നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. വാട്ട് ഈസ് യുവർ ഡ്രീം ഗൈസ്? നിങ്ങളുടെ ഡ്രീം എന്താണ്? യെസ്, വെരി ഗുഡ്. അഭിനവ് IAS, അലോണ IPS, ആൽബിൻ IAS, ജോ അലിജോ IAS, ഉത്തര സുരേഷ് IAS. ദെൻ കഴിഞ്ഞോ? ബാക്കിയുള്ളവർക്കൊന്നുമില്ലേ? ബി എ കളക്ടർ ആൻഡ് ഗീവ് പുവർ ചിൽഡ്രൻ എന്നുള്ളൂ കേട്ടോ. ചിൽഡ്രൻസ് അല്ലേ, ചൈൽഡ് ചിൽഡ്രൻ ആണ്. ചിൽഡ്രൻ ഫ്രീ എഡ്യൂക്കേഷൻ, ഇന്ത്യൻ ഫോറിൻ സർവീസ്, IAS, CA. ഓക്കെ, ഫൈൻ. ബാക്കി ഒരുപാട് പേർക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാകേണ്ടതാണല്ലോ. വാട്ട്സ് യുവർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡ്രീം ടു ബി? ജോണി, യു വിൽ ഗെറ്റ് ദ റെക്കോർഡഡ് സെഷൻ വയ യൂട്യൂബ്. യൂട്യൂബിലുണ്ട് കേട്ടോ. ഓക്കെ, ബി എ ബ്യൂട്ടി പേഷ്യൻറ്റ്. ഫൈൻ. ഓൾസോ DRDO ഡിഫൻസിൽ വരണം അല്ലേ? ദെൻ വേറെ എന്തെങ്കിലും നിങ്ങളുടെ ആഗ്രഹങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഞാൻ ചോദിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും. ആഗ്രഹം ഇല്ലാത്തവരൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ. IAS ഉണ്ട്. ഓക്കെ, ബാക്കിയുള്ള ആൾക്കാർ? SSC IASനേക്കാൾ താഴെയാണ്. ഓക്കെ, SSC എന്ന് പറയുന്ന ഒരു കാര്യം. ഫൈൻ. വേറെ ആഗ്രഹമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? സർ ഇതുവരെ ഒന്നും ആയിട്ടില്ല, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? എനിവൺ ലൈക്ക് ദാറ്റ്?
ഓക്കെ, ഫൈൻ. സോ വൺ മോർ തിങ്, ജോണിയെ പോലെ ഒരുപാട് പേര് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ആദ്യത്തെ 1-2 സെഷനൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ നമ്മുടെ യൂട്യൂബിൽ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. കുറെ കുട്ടികൾക്ക് ചിലപ്പം ലൈവ് സെഷനിൽ പങ്കെടുക്കാൻ പറ്റാത്തത് കൊണ്ട് റെക്കോർഡ് സെഷനൊക്കെ നമ്മൾ അവൈലബിൾ ആക്കി കൊടുത്തിട്ടുണ്ട്. സോ അതൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുമ്പോഴാണ് ഈ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഞാനിവിടെ ചോദിച്ചപ്പോൾ പലരും, കൂടുതൽ ആൾക്കാരും സിവിൽ സർവീസ് ആണ് പറഞ്ഞത്. അതേ സമയത്ത് സം ഓഫ് ദി സ്റ്റുഡൻസ് DRDOയുടെ ഡിഫൻസിന്റെ കാര്യം പറഞ്ഞു, SSCയുടെ കാര്യം പറഞ്ഞു. ഇങ്ങനെ പല ഗവൺമെന്റ് ജോബുകളെ കുറിച്ച് തന്നെ പറഞ്ഞവരുണ്ട്. അപ്പൊ അങ്ങനത്തെ ആൾക്കാരൊക്കെ അറിഞ്ഞിരിക്കേണ്ടത്, നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്ന സിവിൽ സർവീസിനെ മദർ ഓഫ് ഓൾ കോമ്പറ്റേറ്റീവ് എക്സാംസ് എന്നാണ് വിളിക്കാറുള്ളത്. എന്താണ്? മദർ ഓഫ് ഓൾ കോമ്പറ്റേറ്റീവ് എക്സാംസ്. നിങ്ങൾ ഏത് കോമ്പറ്റേറ്റീവ് എക്സാംസ് എടുത്തോ, SSC ആവട്ടെ, PSC ആവട്ടെ, ഇനി അതല്ലാത്ത അതർ എക്സാംസ് ആവട്ടെ, ഇതിനൊക്കെ മദറാണ് സിവിൽ സർവീസ് എന്ന് പറയുന്ന UPSC കണ്ടെത്തുന്ന, UPSC ഈ ചെയ്തെടുക്കുന്ന സിവിൽ സർവീസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും അതിന് മദർ എന്ന് വിളിക്കുന്നത്? വാട്ട് യു ഫീൽ? കാരണം ഇത് പഠിച്ചു കഴിഞ്ഞാൽ അമ്മയാണ്, അമ്മയെടുത്ത് നിന്ന് സ്നേഹം കിട്ടിക്കഴിഞ്ഞാൽ വലിയ കാര്യമാണ് അല്ലെ. എന്നതുപോലെ സിവിൽ സർവീസിന്റെ ഈ പരീക്ഷ പ്രിപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ ദാറ്റ് യു ക്യാൻ ഗോ ഫോർ SSC, ഗോ ഫോർ PSC, ഗോ ഫോർ അതർ എക്സാംസ് ഇഫ് യു വാണ്ട്. കാരണം ഇതിന് പഠിക്കുന്നത് ആ രീതിയിലാണ് ആക്ച്വലി നമ്മൾ പഠിക്കുന്നത്. ഓരോ എക്സാമിനേഷനും ഓരോ നേച്ചർ ഉണ്ട്. SSC കൂടുതൽ ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും, PSCയിലും ഫാക്ട് ചോദിക്കും. എന്നാൽ പല എക്സാംസ് ഉണ്ട്, ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോ UPSC സിവിൽ സർവീസിലെ ഏറ്റവും ടോപ്പ് പോസ്റ്റ് ആണ് IAS. എന്ന പോലെ കേരള PSC നടത്തുന്ന ഒരു എക്സാമിനേഷൻ ഉണ്ട്, KAS, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറയുന്നത്. ഇത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ദിസ് ഇസ് KAS. അപ്പോ ഈ പരീക്ഷ എന്ന് പറഞ്ഞാൽ സിവിൽ സർവീസ് പരീക്ഷ പോലെ തന്നെ നടക്കുന്ന കേരളത്തിലെ പരീക്ഷയാണ്. അപ്പൊ ഇങ്ങനത്തെ എക്സാംസിൽ നമുക്ക് കുറച്ചുകൂടെ കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഫാക്റ്റുകൾ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഒരു മിനി സിവിൽ സർവീസ് അല്ലെങ്കിൽ കേരളത്തിലെ സിവിൽ സർവീസ് എന്നൊക്കെ പറയണമെന്നാണ് എന്ത്, KS പരീക്ഷ. അപ്പൊ ഇങ്ങനത്തെ ഏത് പരീക്ഷയ്ക്ക് നിങ്ങൾ പ്രിപ്പറേഷൻ നടത്തുവാണെങ്കിലും സിവിൽ സർവീസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് അതിനെ മദർ ഓഫ് ഓൾ കോമ്പറ്റേറ്റീവ് എക്സാംസ് എന്ന് വിളിക്കുന്നത്. മദറിനെ പരിചയപ്പെട്ടോ? ക്ലിയർ ആണോ? ഇത് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ആൾക്കാരെ മാതൃകയായിട്ട് കാണിച്ചു തരാം. ഇവിടെ നോക്കിക്കേ, ഇവരൊക്കെ അറിയോ നിങ്ങൾ? ഇവിടെ എഴുത്ത് കൊടുത്തതുകൊണ്ട് ആ എഴുത്തങ്ങ് വായിച്ചു. നമുക്കറിയാം 2018 കേരളത്തില് വലിയൊരു ഫ്ലഡ് നടന്നു, ഒരുപാട് പ്രദേശങ്ങൾ അതിൽ എഫക്റ്റഡ് ആയി എന്നുള്ളത്. അപ്പൊ ആ സമയത്ത് നമുക്ക് ഒരുപാട് പൊളിറ്റീഷ്യന്മാരുണ്ട് നമ്മുടെ നാട്ടില് ഭരിക്കാൻ വേണ്ടി. പക്ഷെ ഓരോ നാടിന്റെയും പൊളിറ്റീഷ്യന്മാരെക്കാൾ കൂടുതൽ അന്ന് പൊതുരംഗത്ത് ഇറങ്ങി പ്രവർത്തിച്ചിരുന്ന ചില IAS ഉദ്യോഗസ്ഥരുടെ പിക്ചേഴ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അവരെ പീപ്പിൾ ഹീറോ എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ഞാൻ നേരത്തെ ചോദിച്ചപ്പോൾ തന്നെ ചിലർ പറഞ്ഞു, ഒരു ജില്ലാ കളക്ടറായിട്ട് പാവപ്പെട്ട കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം എന്നുള്ളത്. അത് നമ്മുടെ നാട്ടില് ഒരുപാട് അച്ചീവ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കൂടുതൽ വേണ്ടത് സിറ്റുവേഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ ഫ്ലഡിനെ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് വിളിക്കാം. ഡിസാസ്റ്റർ, ദുരന്തം മഴക്കാലത്ത് പ്രത്യേകിച്ച് നടക്കുന്നതാണ് കേരളത്തിൽ. ഓക്കെ, അപ്പോ അതിന്റെ ഭാഗമായിട്ട് വാട്ട് വി ക്യാൻ സി, ആ ഒരു സമയത്ത് ഇവർ എത്രമാത്രം ഇറങ്ങി പ്രവർത്തിക്കുന്നു, എത്രമാത്രം കോർഡിനേറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ കണ്ടോ. കേരള IAS ഓഫീസർ ഹു ക്യാരിഡ് റൈസ് ടാക്സ് ഫോർ ഫ്ലഡ് വിക്ടിംസ്, IAS കാരനാണ്. പിന്നെ MG രാജമാണിക്യം, അദ്ദേഹമാണ് ഇത് കേട്ടോ. ആൻഡ് NSK ഉമേഷ്, അവര് ഈ ഒരു സമയത്ത് ഉണ്ടായിരുന്ന എറണാകുളം ഭാഗത്തൊക്കെ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന IAS കാരാണ്.
ട്രിവാൻഡ്രത്ത് ഉണ്ടായിരുന്ന മാമാണ് വാസുകി മാം, ആലപ്പുഴക്കാരിയാണ് അനുപമ മാം. ഇങ്ങനെ ഇവരൊക്കെ ആ സമയത്ത് വളരെ ആക്റ്റീവായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. സോ ഇഫ് യു ഹാവ് എ സൂപ്പർ പവർ വിത്ത് യു, നിങ്ങളുടെ കയ്യിൽ ഒരു സൂപ്പർ പവർ ഉണ്ട്. നമ്മുടെ സൂപ്പർ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മിന്നൽ മുരളിയോ അവഞ്ചേഴ്സോ ക്യാപ്റ്റൻ അമേരിക്കയോ അയൺമാനോ ഒന്നല്ല. നമ്മളെ എഡ്യൂക്കേഷൻ കൊണ്ട് കിട്ടുന്ന ഒരു സൂപ്പർ പവർ ഉണ്ടാവില്ല. ആ സൂപ്പർ പവർ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ വി ക്യാൻ ക്രിയേറ്റഡ് മോർ വെൽഫെയർ ഓറിയന്റഡ് സൊസൈറ്റി. വെൽഫെയർ ഓറിയന്റഡ് സൊസൈറ്റിയാണ് ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ ചിൽഡ്രൻസ് ഫ്രീ എഡ്യൂക്കേഷൻ, ഇങ്ങനത്തെ ഒരു ഫ്ലഡ് വിക്ടിം, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ആ രീതിയിൽ നമുക്ക് മാറണം എന്നുണ്ടെങ്കിൽ വി ഷുഡ് ഗെറ്റ് സൂപ്പർ പവർ. നിങ്ങൾ സിവിൽ സർവീസ് എന്ന് പറയുന്ന ഒരു പരീക്ഷ പഠിക്കുന്നുണ്ട് എങ്കിൽ അത് ടോപ്പ് റാങ്ക് നേടാൻ തന്നെ ആയിരിക്കണം. IAS, IPS, IFS. അല്ലാണ്ട് അതിന്റെ താഴെ വരുന്ന പല റാങ്കുകൾ കിട്ടാൻ വേണ്ടി പരീക്ഷ എഴുതാൻ നിൽക്കരുത്. എഴുതുമ്പോൾ ഗോ ഫോർ ദ ഹൈ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ SSC ആസ്പിറൻസ് ഉണ്ടാകും, PSC ആസ്പിറൻസ് ഉണ്ടാവും. ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് അത്യാവശ്യം ഇപ്പോൾ സമയമുണ്ട്. ഇത് ഇപ്പോൾ തന്നെ പതിയെ പതിയെ പഠിച്ചോളാം. എന്നിട്ട് പതിയെ പഠിച്ചാൽ മതി. വളരെ സീരിയസ് ആയിട്ട് പ്രിപ്പറേഷൻ നടത്തൊന്നും വേണ്ട. പതിയെ പഠിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ ഒരു കരിയറിനെ പതിയെ ലക്ഷ്യം വെച്ചിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുക. അതാണ് ഇതിന്റെ ഉദ്ദേശം. അപ്പൊ ഇവര് പെട്ടെന്ന് ഒരു ദിവസം, ഇവരൊക്കെ പണ്ട് കൽപ്പണിക്കാരായിരുന്നു, ഇങ്ങനെ തോളിലേറ്റ് കൊണ്ടുപോകാൻ വേണ്ടി ഇവർക്ക് പെട്ടെന്ന് തോന്നിയിട്ടുള്ള ആശയങ്ങളാണോ അവരന്ന് നടപ്പിലാക്കിയത്? അല്ല. ഇതൊക്കെ ഇവര് ഇവഞ്ച്വലി മോഡിഫൈ ചെയ്തെടുത്തിരിക്കുന്നതാണ്. സിവിൽ സർവീസ് പ്രിപ്പറേഷനിലോട്ട് വരുന്ന സമയം മുതൽക്ക് തന്നെ ഇവര് ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ക്വാളിറ്റീസ്, ആ ക്വാളിറ്റീസ് നിങ്ങൾക്കും കിട്ടുകയാണെങ്കിൽ, നിങ്ങളിപ്പോ ഇതിൽ പലരും സ്കൂൾ പഠിക്കുന്നവരുണ്ട്, കോളേജ് പഠിക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഇപ്പോൾ നമ്മൾ പറയുന്ന കുറച്ച് ക്വാളിറ്റീസും കാര്യം ഉണ്ടാക്കിയെടുക്കുമ്പോൾ നിങ്ങളുടെ കരിയറും നിങ്ങളുടെ ജീവിതവും ഒക്കെ കുറച്ചുകൂടെ പവർഫുൾ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ, സോ ആ രീതിയിലുള്ള കുറച്ച് ക്വാളിറ്റീസ് ആണ് ഞാൻ ഇനി പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. അപ്പൊ ആ ക്വാളിറ്റീസ് നിങ്ങൾക്ക് വേണോ, നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്നുള്ള ചില ചോദ്യങ്ങൾ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. ഇവിടെ കണ്ടോ, കുറച്ച് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വാളിറ്റീസ് ആണ് പറയുന്നത്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ലെറ്റ് മീ റീഡ് ഇറ്റ് ഫോർ യു. ഒന്ന് നമുക്ക് വേണ്ടത് ഓണസ്റ്റിയാണ്. വാട്ട് മീൻ ബി ഓണസ്റ്റി? സത്യസന്ധപരമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത്. ഓണസ്റ്റി ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ യു സിംപ്ലി സ്റ്റോപ്പ് വാട്ട് കറപ്ഷൻ പോലുള്ള പ്രാക്ടീസസ് നിങ്ങൾ അംഗീകരിക്കില്ല. എഫിഷ്യന്റ് കമ്മ്യൂണിക്കേഷൻ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അന്നൊരു ഫ്ലഡ് നടന്നു. ആ സമയത്ത് കമ്മ്യൂണിക്കേഷൻ, ഞാനിപ്പോ പറയാട്ടോ, ഞാനിപ്പോ വിവരം അറിയിക്കാം എന്നിട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഒരു 2 മണിക്കൂർ കിടന്നുറങ്ങി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടാകും. സോ അതല്ല, എഫിഷ്യന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് കൃത്യസമയത്ത് ടൈമിലി ബേസിസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. അപ്പൊ നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങൾ എത്ര പേര് സിവിൽ സർവീസുകാരാകാൻ ഉദ്ദേശിക്കുന്നുണ്ട്? അപ്പൊ നിങ്ങൾ അത് ഉള്ള ആൾക്കാരെ കൃത്യസമയത്ത് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോഴാണ് എനിക്ക് അതിന്റെ കറക്റ്റ് ഒരു ഐഡിയ കിട്ടുള്ളൂ, അല്ലേ? ഫൈൻ. ദെൻ നോളജ്. നോളജ് ഇല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും ഈ കാലഘട്ടത്തിൽ പിടിച്ചേക്കാൻ പറ്റില്ല. അത് നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന നോളജ് ആണെങ്കിൽ സ്കൂളിൽ നിങ്ങൾക്ക് വിജയിക്കാം, കോളേജിൽ പഠിക്കുന്ന നോളജ് ആണെങ്കിൽ അവിടെ വിജയിക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു ജോലിക്ക് കയറുവാണ്, അപ്പൊ അവിടെ നോളജ് ആവശ്യമുണ്ട്. നിങ്ങൾ എന്ത് ഫീൽഡ് പോകുമ്പോഴും അതിനനുസരിച്ചുള്ള നോളജ് നിങ്ങൾക്ക് വേണം. ഓക്കെ, അപ്പൊ ആ നോളജ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റണം. ദിസ് ഈസ് സംതിങ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നോളജ് മേക്ക് യു മോർ പവർഫുൾ. നിങ്ങളെ പവർഫുൾ ആക്കി എടുക്കുന്നതിൽ നോളജിന് വലിയ വലിയ റോളുകളുണ്ട്. ആൻഡ് കൺസിസ്റ്റൻസി. സാറേ ഞാൻ എന്തായാലും സിവിൽ സർവീസ് നേടും, എങ്ങനെ അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ നിങ്ങൾ. പക്ഷെ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഇന്ന് പഠിച്ചു തുടങ്ങണം. ഇപ്പൊ ഒരാഴ്ച കേട്ടു, ഇനി ഞാൻ സിവിൽ സർവീസിനെ കുറിച്ച് ഇപ്പൊ ഒരാഴ്ച എമിനന്റ് IAS നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എന്ത് ചെയ്തു, ക്ലാസ്സുകൾ തന്നപ്പോൾ അത് കൃത്യമായിട്ട് ജോയിൻ ചെയ്ത് പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. എന്നാൽ അത് കൃത്യതയോടെ പഠിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അപ്പൊ അവിടെ തന്നെ കൺസിസ്റ്റൻസി പോയില്ലേ? അപ്പൊ നിരന്തരം നിങ്ങൾക്ക് തരുന്ന കാര്യങ്ങൾ വളരെ കൃത്യതയോടെ ചെയ്യുന്നു എന്നതിനെ വിളിക്കുന്ന പേരാണ് കൺസിസ്റ്റൻസി. നിങ്ങൾ ഈ 7 ദിവസത്തെ സിവിൽ സർവീസ് ഫൗണ്ടേഷൻ പ്രോഗ്രാമിൽ നിങ്ങൾ ജോയിൻ ചെയ്തു. ഓക്കെ, എന്നിട്ട് നിങ്ങൾ 7 ദിവസം കഴിഞ്ഞു. ഇനി എന്താ പരിപാടി എന്ന് ഞാൻ ചോദിക്കുമ്പോൾ കുറെ ആൾക്കാർക്ക് പിന്നെ ബ്ലാങ്കാ. അപ്പൊ 7 ദിവസം ഇരുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ്, എന്താണ് സിവിൽ സർവീസ് എന്നുള്ളതിന്റെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ്. നൗ വാട്ട്സ് നെക്സ്റ്റ്? ആർ യു റെഡി ടു പ്രൊസീഡ്? നിങ്ങൾ ഇതുമായിട്ട് പ്രൊസീഡ് ചെയ്യാൻ തയ്യാറാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് അടുത്ത ഒരു 3 മാസത്തേക്ക് നിങ്ങൾക്ക് സിവിൽ സർവീസിന്റെ കാര്യങ്ങൾ നിങ്ങളുടെ സ്കൂൾ കോളേജ് ടൈം ടേബിളിന്റെ കൂട്ടത്തിൽ തന്നെ പഠിച്ചു പോകാം.
അതെങ്ങനെയാണെന്ന് വഴിയെ പറഞ്ഞുതരാം. നമ്മൾ ഒറ്റയ്ക്ക് പഠിക്കാൻ നിൽക്കുമ്പോഴുള്ള ഏറ്റവും വലിയ ഇഷ്യൂ ആണ് ലാക്ക് ഓഫ് കൺസിസ്റ്റൻസി. തോന്നുന്ന സമയത്ത് തോന്നുന്ന പോലെ. അതാണോ വേണ്ടത്? അല്ല. നമുക്ക് സിവിൽ സർവീസ് പോലുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാൻ വേണ്ടത് റൈറ്റ് ഗൈഡൻസ് ആണ്. ശരിയായിട്ടുള്ള ഒരു ഗൈഡൻസ് ആണ് നമുക്ക് പലപ്പോഴും വേണ്ടത്. അപ്പൊ ആ റൈറ്റ് ഗൈഡൻസോട് കൂടെ അടുത്തൊരു 3 മാസത്തേക്ക് ചില പ്രത്യേകം ക്ലാസ്സുകളിലൂടെ, ചില പ്രത്യേക ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് കുറച്ച് ക്വാളിറ്റീസും നോളജും ഇട്ടുതരും. അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയിൽ സിവിൽ സർവീസ് എന്ന് പറയുന്ന ഒരു ആഗ്രഹം നേടിയെടുക്കാനുള്ള ഏറ്റവും വലിയ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സ്റ്റെപ്പ് ആയിരിക്കും ഇത്. രണ്ടാമത്തത്, ഭാവിയിലെ സിവിൽ സർവീസ് മാത്രമല്ല, ഇപ്പൊ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ലേ, സ്കൂൾ ആവട്ടെ, കോളേജ് ആവട്ടെ. അപ്പൊ ഈ സ്കൂൾ കാലഘട്ടത്തിൽ ഇപ്പൊ നിങ്ങൾക്ക് പരീക്ഷ വരുന്ന സമയത്ത് അയ്യോ എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, ആ ടെൻഷനൊക്കെ ഒഴിവായി കിട്ടും. കാരണം എന്താ, യു വിൽ ബി നോയിങ് ഹൗ ടു റീഡ്, ഹൗ ടു റൈറ്റ്, ഹൗ ടു ലേൺ. ഇങ്ങനത്തെ കുറച്ച് സ്കിൽ സെഷൻ കൂടെ നമ്മൾ പഠിപ്പിച്ചു തരും. അപ്പൊ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു പുഷ് എടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനത്തെ ഒരു കൺസിസ്റ്റന്റ് ലേണിംഗ് ആണ് നമുക്ക് വേണ്ടത്. ആൻഡ് ഒബ്വിയസ്ലി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഭാഗമായിട്ട്, നമ്മുടെ ഫൗണ്ടേഷൻ ഭാഗമായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടി, എന്താണ് സിവിൽ സർവീസ് എന്നുള്ളതിന്റെ ഒരു ഐഡിയ കിട്ടി. പിന്നെ നിങ്ങൾക്ക് കിട്ടിയത് എന്താണ്, രണ്ടാമത്തെ ദിവസം നിങ്ങൾക്ക് കിട്ടിയത് എന്താണ് നമ്മുടെ ഗവൺമെന്റ് എന്ന് പറയുന്ന ഒരു ഐഡിയ തന്നു. പിന്നെ നിങ്ങൾക്ക് ഹിസ്റ്ററിയുടെ ഒരു ഐഡിയ തന്നു. പിന്നെ നിങ്ങൾക്ക് കറണ്ട് അഫേഴ്സിന്റെ ഒരു ഐഡിയ തന്നു. പിന്നെ നിങ്ങൾക്ക് കുറച്ച് ഒരു സ്കില്ലിന്റെ ഐഡിയ തന്നു. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് തന്നു ജോഗ്രഫിയുടെ ഒരു ഐഡിയ തന്നു, ഇന്ത്യൻ ജോഗ്രഫി. ഇത്രയും കാര്യങ്ങളുടെ ഐഡിയ തന്നു. ഇങ്ങനെ ഒരു 6 ദിവസത്തേക്ക് നിങ്ങൾക്ക് ഇത്രയും ഐഡിയാസ് ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ ഒരാഴ്ച മുമ്പ് ഉണ്ടായിരുന്ന ആൾക്കാരല്ല ഇപ്പോൾ. നിങ്ങളുടെ ഒരു തോട്ട് പ്രോസസ്, ലേണിംഗ് പ്രോസസ്, ഇതൊക്കെ വളരെയധികം എക്സ്പാൻഡഡ് ആയിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനും സാധിക്കുമ്പോഴാണ് നിങ്ങളുടെ വിഷണറി ഔട്ട്ലുക്ക് വരുള്ളൂ. ഓക്കെ, ഒരു ഔട്ട്ലുക്കും കാര്യങ്ങളൊക്കെ വരുള്ളൂ കൃത്യമായിട്ട്. നിങ്ങൾക്ക് പല കാര്യങ്ങളെ കുറിച്ച് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകും. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ RCB അവര് കപ്പടിച്ചു, പക്ഷെ സെലിബ്രേഷന്റെ സമയത്ത് എന്ത് ചെയ്തു, കുറച്ച് ഡിസാസ്റ്റർ സംഭവിച്ചു, കുറച്ച് ആൾക്കാർ മരിച്ചുപോയി. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അവർ എന്ത് ചെയ്യണമായിരുന്നു? ആദ്യം ഇങ്ങനത്തെ ഒരു സെലിബ്രേഷനിൽ മോർ ദാൻ 2 lakh പീപ്പിൾ പങ്കെടുത്തു എന്ന് പറയുന്ന ഒരു സംഗതി. അപ്പോ 2 ലക്ഷം ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു വേദിയില് അല്ലെങ്കിൽ ഒരു വലിയൊരു ഇവന്റില് അവിടുത്തെ ഒരു സംവിധാനം അതിന് ഉറപ്പുള്ളതാണെന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം ഉണ്ടാവും, എന്തുകൊണ്ട് അത് സംഭവിച്ചു, അതെന്തുകൊണ്ട് മാറ്റാമായിരുന്നു, അല്ലെങ്കിൽ അത് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ആ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുന്ന സംഘാടകർക്ക് അത് തീരുമാനിക്കാമായിരുന്നു. അപ്പൊ അങ്ങനത്തെ വിഷൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ദെൻ സെൽഫ് ലെസ്നെസ്. ഞാൻ ചെയ്യുന്നത് എനിക്ക് വേണ്ടി എന്ന് മാത്രം നോക്കാതെ, ഞാൻ ഇന്നു മുതൽക്ക് ഒരു പബ്ലിക് സെർവന്റ് ആണ് ഞാൻ, നിങ്ങൾ. ഓക്കെ, നേരത്തെ ഒരാൾ പറഞ്ഞല്ലോ ജില്ലാ കളക്ടറായിട്ട് കുട്ടികൾക്ക് ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കണം എന്ന് പറയുന്ന കാര്യം. അത് വളരെ അപ്രീഷിയേറ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ ഒരുപാട് ആൾക്കാർ നമ്മുടെ സൊസൈറ്റിയിൽ പല മേഖലയിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു പബ്ലിക് സെർവന്റ് ആയിട്ട് പറയുന്ന സമയത്ത് ഞാൻ ഈ ചെയ്യുന്നത് എനിക്ക് വേണ്ടിയില്ല, ഞാൻ സോഷ്യൽ സർവീസ് ആണ് ചെയ്യുന്നത്. വിത്ത് മൈ നോളജ്, വിത്ത് മൈ എക്സ്പീരിയൻസ്, വിത്ത് മൈ പവർ. അങ്ങനെ ആ രീതിയിൽ ചിന്തിച്ചിട്ട് കാര്യങ്ങൾ വരുന്ന സമയത്ത് നിങ്ങളുടെ അടുത്തോട്ട് വരുന്ന ഒരുപാട് അപേക്ഷകൾ, നിങ്ങളുടെ അടുത്തോട്ട് വരുന്ന ഒരുപാട് കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റണം. അതിന് നമുക്ക് എന്ത് വേണം? സെൽഫ്ലെസ്നെസ് എന്ന് പറയുന്ന ഒരു മെന്റാലിറ്റി വേണം. അപ്പൊ നമുക്ക് ബാക്കിയുള്ള ആൾക്കാരെ സഹായിക്കാൻ വേണ്ടി പറ്റണം. അതിന് നമുക്ക് എന്ത് വേണം? കൈൻഡ് വേണം, കരുണ ഉണ്ടാവണം, ദേഷ്യം പാടില്ല. നമുക്ക് പലർക്കും ദേഷ്യം ഉണ്ടാകും, പക്ഷെ ആ ദേഷ്യമൊക്കെ പതിയെ മാറ്റിയിട്ട് അപ്പുറത്ത് വന്ന ആളെ സഹായിക്കാനുള്ള ഒരു മെന്റാലിറ്റി നമുക്ക് വേണം. ഓക്കെ, ആ രീതിയിൽ ആ കാര്യം കൂടി അറിഞ്ഞിരിക്കുക. ദീസ് ആർ ദ സം ഓഫ് ദ ക്വാളിറ്റീസ് ഓഫ് ലീഡർഷിപ്പ്. ആൻഡ് ഡെഫിനറ്റ്ലി യു ഷുഡ് ഹാവ് സം കൈൻഡ് ഓഫ് കറേജ്. ചില ഡിസിഷൻസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ധൈര്യം വേണം. അയ്യോ അത് ചെയ്ത് കഴിഞ്ഞാൽ എന്താവുന്നത് പേടിച്ച് നിൽക്കല്ലേ വേണ്ടത്. കാരണം നിങ്ങളാണ് ഒരു ജില്ലാ കളക്ടർ ആക്കുന്ന സമയത്ത് ഒരു ജില്ലയെ നയിക്കേണ്ട ആള്. അപ്പൊ നിങ്ങൾക്ക് വേണ്ട എന്താണ്? കറേജ്, ധൈര്യം വേണം. അതിന് നിങ്ങൾക്ക് എന്ത് വേണം? വിൽ പവർ വേണം, മനക്കട്ടി വേണം എന്ന് പറയും, മനസ്സിന്റെ ശക്തി. ഓക്കെ, അപ്പൊ അതൊക്കെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യം ശരിയാണോ തെറ്റാണോ എന്ന്
നിങ്ങൾക്ക് വിലയിരുത്താൻ വേണ്ടി പറ്റണം. ഇഫ് യു ആർ ഡൂയിങ് സം ആക്ഷൻ, നിങ്ങളുടെ മനസ്സാക്ഷിയോട് ചോദിക്കുക, ഞാൻ ഈ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. നിങ്ങൾക്ക് ശരിയാണെന്ന് ഉറപ്പുണ്ടോ, യു പ്രൊസീഡ്. അതാണ് നിങ്ങളുടെ കറേജ്, അതാണ് നിങ്ങളുടെ വിൽ പവർ. അപ്പൊ ആ രീതിയിലുള്ള കുറച്ച് ക്വാളിറ്റീസ് നമുക്ക് ഡെഫിനറ്റ്ലി വേണം. ഇതൊന്നും പുസ്തകങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒന്നല്ല. ഇതൊക്കെ നമുക്ക് സിവിൽ സർവീസ് പോലുള്ള പ്രിപ്പറേഷനിൽ നടത്തുമ്പോൾ ക്ലാസ് റൂം ഇന്ററാക്ഷനിലും കുറെ അനുഭവങ്ങൾ കേൾക്കുമ്പോഴും അതുപോലെ അതിലുള്ള ചില എക്സാമ്പിൾസ് എടുത്ത് പറയുമ്പോഴും നമുക്ക് ഇൻസ്പയർഡ് ആയിട്ട് കിട്ടുന്ന ചില എനർജികളുണ്ട്. ആ എനർജികളാണ് നമ്മുടെ ക്വാളിറ്റീസ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് 4 പേരുടെ ചിത്രം കാണിച്ചു തന്നു. 2 ലേഡീസ് ഉണ്ടായിരുന്നു ഇതില്. അവര് 2 ജില്ലയുടെ കളക്ടർമാരായിരുന്നു. അപ്പൊ അവര് ആ സമയത്ത് അവരെ കൊണ്ട് അയ്യോ ഇത് പറ്റില്ല എന്ന് മാറി നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നുവെങ്കിൽ, ആ പുരുഷന്മാർ അങ്ങനെ മാറി നിൽക്കുന്ന അവസ്ഥയിലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഫ്ലഡിന്റെ സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആ നാട്ടിലെ ജനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരെ പോലുള്ള ആൾക്കാർ മുൻപന്തിയിൽ വന്ന് ആ കാര്യങ്ങൾ മുഴുവൻ എന്ത് ചെയ്തു? അവർ കോർഡിനേറ്റ് ചെയ്തു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തു? കോർഡിനേറ്റ് ചെയ്തു. അപ്പൊ അതോടുകൂടെ എന്ത് ചെയ്തു? ജനങ്ങൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനത്തെ കുറച്ച് ക്വാളിറ്റീസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റണം. അതാണ് നമ്മുടെ ലേണിംഗ് സിസ്റ്റത്തിന്റെ അൾട്ടിമേറ്റ് ആയിട്ട് നമുക്ക് കിട്ടേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, നോളജ് വേണം. അത് വെറും നോളജ് അല്ല, പവർഫുൾ നോളജ് വേണം. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എഫിഷ്യന്റ് കമ്മ്യൂണിക്കേഷൻ, കൺസിസ്റ്റൻസി, ഓണസ്റ്റി, വിഷണറി ഔട്ട്ലുക്ക്, സെൽഫ്ലെസ്നെസ്, വിൽ പവർ, കറേജ്, ഇങ്ങനത്തെ പല ആഡ് ഓൺ ക്വാളിറ്റീസും അതിന്റെ കൂടെയുള്ള ക്വാളിറ്റീസോട് കൂടി ചേരുമ്പോൾ നമ്മുടെ ലേണിംഗ് എന്ന് പറയുന്നത് അത് വെറും ബുക്കിഷ് ആവില്ല. ഇപ്പൊ സ്കൂളിൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു റൂട്ടീൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മള് തിങ്കളാഴ്ചയായി, രാവിലെ പോയി എഴുതാനുണ്ട്, ഹോംവർക്ക് ഉണ്ടായിരുന്നു, ചെയ്യണം, പഠിക്കണം, ഇത്രയേ ഉള്ളൂ. അതിനേക്കാൾ അപ്പുറത്തോട്ടായിട്ടുള്ള ഒരു ലേണിംഗ് സിസ്റ്റം, ഒരു ക്ലാസ് റൂം പ്രോഗ്രാം, അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്തു തരിക ബിയോണ്ട് ക്ലാസ് റൂം. ക്ലാസ് റൂം പഠിക്കുന്നത് പോലെയുള്ള ലേണിംഗ് അല്ല, അതിനേക്കാൾ അപ്പുറത്തോട്ടായിട്ടുള്ള കുറച്ചുകൂടെ നല്ല ഗുഡ് ക്വാളിറ്റി ഫാക്കൽറ്റീസ് വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചെന്ന്, കുറച്ച് ആക്ടിവിറ്റീസ് നിങ്ങളെ ട്രെയിൻ ചെയ്യിപ്പിച്ച്, കുറച്ച് സ്കില്ലുകൾ തന്നിട്ട് നിങ്ങളെ മോൾഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ സിവിൽ സർവീസ് ഫൗണ്ടേഷന്റെ പ്രത്യേകത. അതോടുകൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പതിയെ പതിയെ ജൂനിയർ IAS, അതായത് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരു IAS എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു വിഷൻ, ജൂനിയർ IPS എന്ന് പറയുന്ന ഒരു വിഷൻ, അതിലോട്ട് നിങ്ങൾക്ക് സ്റ്റെപ്പ് എടുത്ത് വെക്കാം. അങ്ങനെ ജൂനിയർ IAS എന്ന് പറയുന്ന പോലെ ഒരു സിവിൽ സർവീസ് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പതിയെ അതിന്റെ പഠനം ആരംഭിക്കാം. ഇപ്പൊ പഠിച്ചാലുള്ള മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്തായാലും നിങ്ങൾക്ക് അടുത്ത 1-2 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ നോളജ് ലെവൽ, നിങ്ങളുടെ സ്കിൽ ലെവൽ, നിങ്ങളുടെ ക്വിസ് കോമ്പറ്റീഷൻ, നിങ്ങളുടെ സംസാരിക്കാനുള്ള പൊട്ടൻഷ്യൽ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ മികച്ചതാക്കാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു പ്രോഗ്രാമാണ് നമ്മൾ നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ വേണ്ടി പോകുന്നത്. സോ അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുകയാണ്. നിങ്ങളുടെ പാരൻസ് കൂടെ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിലാണ് ഉള്ളതെങ്കിൽ അവരോട് കൂടെ ഒന്ന് വന്നിരിക്കാൻ വേണ്ടി ഒന്ന് പറയണം. ഞാൻ അതിന്റെ ഭാഗമായിട്ട് എന്താണ് നമ്മളുടെ സിവിൽ സർവീസ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നതിന്റെ ഒരു ബ്രീഫ് പിക്ചർ ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പഠനത്തെ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി പോകുന്നത് പാരൻസ് ആണ്. അപ്പൊ നിങ്ങളുടെ എത്ര പേരുടെ കൂടെ പാരൻസ് ഉണ്ടെങ്കിൽ യെസ് എന്ന് പറയൂ. ഇല്ലാത്തവര് ഉടനെ വിളിക്കൂ. ഉമ്മ, അമ്മയെ വിളിച്ചിട്ട് വരാൻ വേണ്ടി പറയും. അച്ഛൻ ആരേച്ച് വിളിച്ചാൽ പെട്ടെന്ന് വരാൻ വേണ്ടി പറയും. എങ്ങനെയാണ് നമ്മുടെ ഒരു സിസ്റ്റം ഫങ്ഷൻ ചെയ്യുന്നത് എന്ന് പറയാൻ വേണ്ടിയാണ്. ഓക്കെ, ഉത്തരയുടേതുണ്ട്, അൽബിൻ ഉണ്ട്, അലോണ, ജോ, രേവതി, P2, കൃഷ്ണാനന്ദ്. ഓക്കെ ഫൈൻ. ഇല്ലാത്തവര് പെട്ടെന്ന് ഒന്ന് അമ്മയോട് ഒരു 5 മിനിറ്റ് അമ്മയെ ഒന്ന് വരൂ എന്ന് പറയും. ഓക്കെ, കാരണം ദിസ് ഈസ് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഇനി ഞാൻ സംസാരിക്കുന്നത് സ്റ്റുഡൻസിനോട് മാത്രമല്ല, ഡിയർ പാരൻസ്, നിങ്ങളോട് കൂടിയാണ്. ഫൈൻ. സിവിൽ സർവീസ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് ഞാൻ വളരെ ബ്രീഫ് ചെയ്ത് കൊടുത്തു. അപ്പോൾ എമിനന്റ് IASന്റെ കീഴിലായിട്ട് വി ആർ ഹാവിംഗ് എംപവറിംഗ് യങ് മൈൻഡ്സ് ഫോർ ടുമോറോ സിവിൽ സർവീസ് എന്ന രീതിയിൽ ഫൗണ്ടേഷനിൽ നല്ലതുപോലെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതായത് സ്കൂൾ ആൻഡ് കോളേജ് ഡൂയിങ് സ്റ്റുഡൻസിനെ ഫോക്കസ് ചെയ്തിട്ട് അവർക്ക് സിവിൽ സർവീസ് എന്ന് പറയുന്ന ഒരു ആശയത്തിനെയും അതിന്റെ സിലബസിനെയും അതിലെ കോണ്ടന്റുകളെയും ഒക്കെ അവർക്ക് സിംപ്ലിഫൈ ചെയ്ത് കൊടുത്തിട്ട് അവർക്കൊരു കരിക്കുലം ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് റൂം പ്രോഗ്രാം.
അതും ഓൺലൈൻ ആയിട്ടുള്ള സെഷനാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് വളരെ ബ്രീഫ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ പറയാം. ഓക്കെ, അപ്പോൾ 6ാം ക്ലാസ് മുതൽക്ക് PG വരെ പഠിക്കുന്ന കുട്ടികൾക്കാണ് നമ്മൾ ഈ ഫൗണ്ടേഷൻ പ്രോഗ്രാം ചെയ്യുന്നത്. ഇൻ ഡിഫറെന്റ് സ്കൂൾ സ്റ്റുഡൻസ്, കോളേജ് ക്യാമ്പസ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിവിഷൻസിൽ അത് വരും. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എമിനന്റ് IASനെ കുറിച്ച് നിങ്ങൾ ഓൾറെഡി പല വിധത്തിൽ അറിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്തു, നമ്മുടെ ഈ ഓൺലൈൻ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തു. നമ്മുടെ അഡ്രസ്സ് വരുന്നത് എമിനന്റ് IAS, വീരഭദ്ര ഗാർഡൻസ്, കൗരീശപ്പട്ടം, ട്രിവാൻഡ്രം ലൊക്കേഷനിലാണ് വരുന്നത്. ഓൺലൈൻ ആയിട്ടാണ് നമ്മൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇഫ് യു വാണ്ട് ടു നോ മോർ യു കൻ ചെക്ക് അവർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആസ് വെൽ ആസ് ദിസ് ഈസ് ദ കോൺടാക്ടിംഗ് നമ്പർ. ഓക്കെ, ഇതാണ് കോൺടാക്ട് നമ്പർ ആയിട്ട് വരുന്നത്. ഇനി എന്താണ് സിവിൽ സർവീസ് കൊണ്ട് കുട്ടികൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അതിലൊരു 6 ബെനിഫിറ്റ് അല്ലെങ്കിൽ 6 കുറച്ച് ഫീച്ചേഴ്സ് ഞാൻ ഇവിടെ പറയുന്നുണ്ട്. ദ പോയിന്റ് ഇസ് ദാറ്റ് ദ സ്റ്റുഡൻസ് ഷുഡ് ഡ്രീം ബിഗ്. അവർ വലുതായിട്ട് തന്നെ അവർ സ്വപ്നം കാണണം. പലപ്പോഴും കുട്ടികൾ ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷനിൽ ഗവൺമെന്റ് ജോബുകൾക്ക് ട്രൈ ചെയ്യുന്ന ആൾക്കാർ വെച്ച് നോക്കുന്ന സമയത്ത് അവർ പറയുന്ന ഒരു കാര്യമാണ്, ഇല്ല സിവിൽ സർവീസ് ഒന്നും ഞങ്ങളെ കൊണ്ട് താങ്ങില്ല, ഞങ്ങൾ വല്ല PSCയോ 10ാം ക്ലാസ് ലെവലുള്ള LDC ഒക്കെ എഴുതിയെടുത്തോളാം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. സോ ദാറ്റ് ഷുഡ് നോട്ട് ബി കേസ് ഇൻ ദ കേസ് ഓഫ് യുവർ ചിൽഡ്രൻ. ഓക്കെ, നിങ്ങളുടെ കുട്ടികളുടെ കേസിൽ അതായത് ഇത് വരാൻ പാടില്ല. യു ഹാവ് ടു ഡ്രീം ബിഗ് ആൻഡ് സ്റ്റാർട്ട് ഏർലി ആൻഡ് എയിം ഫോർ IAS. ഈ IAS എയിം ചെയ്തുള്ള മെച്ചം എന്താണെന്ന് വെച്ചാൽ, ആസ് എ സ്റ്റാർട്ടഡ് ഇൻ ദ ബിഗിനിങ് സെഷൻ, സിവിൽ സർവീസ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് എ മദർ ഓഫ് ഓൾ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ. അതുകൊണ്ട് തന്നെ ഇതിന് കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ അതർ കോമ്പറ്റേറ്റീവ് എക്സാംസിന് വരെ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രിപ്പറേഷൻ പോസിബിൾ ആകും എന്നുള്ളതാണ്. അപ്പൊ കുട്ടികൾക്ക് എന്താണ് സിവിൽ സർവീസ് എന്നുള്ളതിന്റെ ഒരു ജനറൽ ഐഡിയ കൊടുക്കാൻ വേണ്ടിയാണ് ഒരാഴ്ചയായിട്ട് എമിനന്റ് IAS പ്രോഗ്രാം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ ഒരു 3 മന്ത്സിന്റെ ഒരു 3 മാസത്തെ ഒരു ഓൺലൈൻ ഫൗണ്ടേഷൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ ഓൺലൈൻ ഫൗണ്ടേഷൻ കോഴ്സിന്റെ ഏതാനും ചില പ്രത്യേകതകളാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. ഒന്ന്, ഇതോടുകൂടെ കുട്ടികൾക്ക് ലഭിക്കുന്നത് UPSC നടത്തുന്ന ഈ സിവിൽ സർവീസ് പരീക്ഷ പോലെ അതർ എക്സാംസ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ UPSC കോൺസെപ്റ്റുകളിലോട്ടുള്ള ഒരു ഏർലി എക്സ്പോഷർ ഇവർക്ക് കിട്ടും. എന്താണ് സിവിൽ സർവീസ്? ഓക്കെ, ഇപ്പൊ തന്നെ നിങ്ങളുടെ സാധാരണ നമ്മുടെ സ്കൂളിൽ പാരന്റ്സ് മീറ്റിംഗ് ഒക്കെ നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ കോളേജിൽ കടന്ന സമയത്ത് എന്താ ഇവരുടെ ആഗ്രഹം എന്ന് ചോദിക്കുമ്പോൾ കുട്ടികൾക്ക് പോലും പലപ്പോഴും പറയാൻ പറ്റാറില്ല. പാരന്റ്സിന് പോലും പറ്റാറില്ല. പാരന്റ്സ് ജസ്റ്റ് ചിരിക്കുകയുള്ളൂ പറഞ്ഞോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറിക്കൊണ്ട് യെസ് ഇവരുടെ ഫോക്കസ് ഇന്നതാണ് എന്ന് പറഞ്ഞിട്ട് അതിൽ അവർ സപ്പോർട്ട് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലൊരു സപ്പോർട്ടിംഗ് സിസ്റ്റം ഫ്രം ദ സൈഡ് ഓഫ് ദ പാരന്റ്സ്. അപ്പൊ അങ്ങനെ ഒരു എക്സ്പോഷർ കിട്ടും UPSCയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ദെൻ ക്ലാസ് വൈസ് സ്ട്രക്ചേർഡ് ലേണിംഗ് പ്രോഗ്രാം ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, സ്കൂൾ ബാച്ച് ഒന്ന്, ക്യാമ്പസ് ബാച്ച് എന്ന രീതിയിൽ. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് അഡ്വാൻറ്റേജ് ഓഫ് ദിസ് പെർട്ടിക്കുലർ പ്രോഗ്രാം, സ്കൂളിൽ സാധാരണ നമ്മൾ പഠിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്, പല സബ്ജക്റ്റുകളുണ്ട്. അവിടെ നമ്മൾ സോഷ്യൽ സയൻസ് പഠിക്കും, അവിടെ നമ്മൾ മാത്ത് പഠിക്കും, അവിടെ നമ്മൾ സയൻസ് പഠിക്കും. അതേപോലെയല്ല സിവിൽ സർവീസിലോട്ട് വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം കോൺസെപ്റ്റുകൾ ക്ലിയർ ആക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്തോട്ട് കാര്യങ്ങളെ വളരെ കൃത്യമായിട്ട് യെസ് ഇപ്പൊ മഴ പെയ്തത് മൺസൂൺ മാസം ജൂൺ 1 നടക്കുന്നത് കുറച്ച് മുന്നോട്ട് വന്നു, എന്തുകൊണ്ട് മൺസൂൺ മഴ നടക്കുന്നു, വൈ മൺസൂൺ റെയിൻഫോൾ ഹാപ്പൻസ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യനില് കുട്ടിക്ക് അത് ലോജിക്കലി ആൻസർ ചെയ്യാൻ പറ്റണം. അല്ലാതെ മൺസൂൺ മഴ നടക്കുന്നത് വെസ്റ്റേൺ ഗട്ട്സിൽ ഉള്ളത് കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് പഠിക്കലല്ല. ഇൻസ്റ്റെഡ് അത് നമ്മൾ വളരെ സിംപ്ലിഫൈ ചെയ്തിട്ട് ലുക്ക് ഹിയർ, നമ്മുടെ ജോഗ്രഫിയിൽ ഇവിടെ വെസ്റ്റേൺ ഗട്ട്സ് ഉണ്ട്, അപ്പൊ മഴ ഇങ്ങനെ വരുന്നു, മൗണ്ടൻസ് തട്ടിയിട്ട് പ്രസിപ്പിറ്റേഷൻ നടക്കുന്നു എന്ന രീതിയിൽ നമുക്ക് അത് തീമാറ്റിക്കലി മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി പറ്റണം. അപ്പൊ ആ രീതിയിൽ കോൺസെപ്റ്റുവൽ ക്ലാരിറ്റിക്ക് ആയിരിക്കും കുറച്ചുകൂടെ നമ്മുടെ ക്ലാസ്സസ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ കൂട്ടത്തിൽ കുട്ടികൾക്ക് പതിയെ അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിലൂടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഫോക്കസ് ചെയ്യുന്നത്? പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ആൾക്കാരോട് ബിഹേവ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ആൾക്കാരോട് സംസാരിക്കുന്നതോ മാത്രമല്ല. ഇപ്പൊ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാണ്, ഡിയർ സ്റ്റുഡൻസ്, നിങ്ങളുടെ ഈ ഒരു സെഷനിൽ പാരന്റ്സിനോട് കൊണ്ടുവരും എന്ന് പറയുമ്പോൾ അത് പാരന്റ്സിനെ കൊണ്ടുവരിക എന്നുള്ളത് ഒരു ക്ലാസ് റൂമിന്റെ ലീഡ് ചെയ്യുന്ന ഒരു അധ്യാപകൻ പറയുമ്പോൾ അത് കുട്ടികൾ കേൾക്കുന്നത് പേഴ്സണാലിറ്റിയാണ്. കുട്ടികളെ മനസ്സിലാക്കിയിട്ട് പാരന്റ്സ് വരിക എന്നുള്ളത് പാരന്റ്സിന്റെ ഉത്തരവാദിത്തമാണ്. എന്ന പോലെ എല്ലാ ഓവറോൾ ഡെവലപ്മെന്റും വിളിക്കുന്ന പേരാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. അപ്പൊ ചെറിയ ചെറിയ നല്ല നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോലും ഈ പ്രോഗ്രാം നിങ്ങളെ സഹായിക്കും. ഓക്കെ, നൗ ദ ഫീ സ്ട്രക്ചർ ഞാൻ അതോടെ ജസ്റ്റ് ഒന്ന് പറയാണ്, പാരന്റ്സ് ഒന്ന് ശ്രദ്ധിക്കണം. നമ്മളുടെ കോഴ്സ് വരുന്നത് 3 months ആണ്.
നമ്മൾ നെക്സ്റ്റ് വീക്ക് നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യും. അതിന്റെ കാര്യങ്ങൾ വഴിയെ പറഞ്ഞുതരാം. ഇതിന് ടോട്ടൽ ഫീ എന്ന് പറയുന്നത് ജസ്റ്റ് 2500 ഓൺലൈൻ. ഓരോ മാസവും അല്ല, 3 മാസത്തേക്ക് വെറും 2500 രൂപ മാത്രം. അങ്ങനെ ഒരു ഫീ സ്ട്രക്ചറാണ് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾ 2500 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മാസത്തേക്ക്. നമ്മൾ ഈ 3 മാസം 2 സിനിമ വെച്ചിട്ട് നമ്മൾ നമ്മുടെ മക്കളെയും കൊണ്ട് പോവുകയാണെന്ന് വിചാരിക്കും. ഒരു സിനിമക്ക് നമ്മൾ ഫാമിലി ആയിട്ട് പോണ സമയത്ത് തന്നെ ചിലപ്പം 2-3 പേരുണ്ടെങ്കിൽ തന്നെ 1000 രൂപയായി. 3 സിനിമക്ക് നമ്മൾ ഒരു മാസം 2 സിനിമക്ക് പോവുകയാണെങ്കിൽ 2000 രൂപയായി. അത് 3 മാസത്തേക്ക് പോവുകയാണെങ്കിൽ 6000 രൂപയായി. അപ്പൊ ആ ഒരു 6 സിനിമ കാണുന്നതും കുട്ടികൾക്ക് 30 സെഷൻസ്, 30 ക്ലാസ്സുകളിലൂടെ ഓക്കെ, നിങ്ങൾ ആലോചിക്കണം, 30 ക്ലാസ്സസ്, ആ ഒരു 30 സെഷൻസ് ആണ് നിങ്ങൾക്ക് വരാൻ വേണ്ടി പോകുന്നത്. ഈ 30 സെഷൻസിലൂടെ മോർ ദാൻ 100 hours, 100-ലേറെ മണിക്കൂറുകൾ നിങ്ങൾക്ക് കുട്ടികളുമായിട്ട് നമ്മുടെ ഫാക്കൽറ്റീസിന്റെ ഇന്ററാക്ഷൻ, ഫാക്കൽറ്റീസ് എന്നൊക്കെ പറഞ്ഞാൽ സിവിൽ സർവീസ് ഫീൽഡിൽ ഡിഫറെന്റ് സ്ഥലത്ത് പഠിപ്പിക്കുകയും അവിടെ മെന്റർമാരായിട്ടുള്ള ആൾക്കാരാണ് വരുന്നത്. അങ്ങനത്തെ 30ഓളം സെഷൻസിലൂടെ കുട്ടികൾക്ക് കോൺസെപ്ച്വൽ ക്ലാരിറ്റി, അവരുടെ സ്കിൽ ഡെവലപ്മെന്റ്, ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു സെഷനാണ് വരുന്നത്. അപ്പൊ അതിന് 2500 രൂപ 3 മാസത്തേക്ക് എന്ന് പറയുമ്പോൾ ഒരിക്കലും വലുതല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. എമിനന്റിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രോഗ്രാം ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും അഫോർഡബിൾ പ്രൈസിൽ ഇത് ചെയ്യുന്നത്. സാധാരണ നിങ്ങൾ ഒരു ഫൗണ്ടേഷൻ അന്വേഷിക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 10K ആൻഡ് എബോവ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾ ഒന്ന് അന്വേഷിച്ച് നോക്കണം, നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സംശയം ഉണ്ട് എന്നുണ്ടെങ്കിൽ. ഓക്കെ, അവിടെയാണ് നമ്മൾ വെറും 2500 രൂപക്ക് ഇത് ചെയ്യുന്നത്. ഇതിന്റെ മറ്റൊരു പ്രത്യേകത പറയാം, നമ്മളുടെ ഇന്നത്തെ ഈ സെഷനിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കാണ് ഈ 2500 ബെനിഫിറ്റ് ഉള്ളത്. കാരണം നെക്സ്റ്റ് വീക്ക് മലയാള മനോരമയുമായിട്ട് ഓൾ കേരള എമിനന്റ് IASന്റെ പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ അതിന്റെ ഫീസ് വരുന്നത് 3000 ആണ്. അപ്പൊ നിങ്ങൾക്ക് മനോരമയുടെ പ്രോഗ്രാം വരുമ്പോൾ നിങ്ങൾ ഈ പേരുകളും കാര്യങ്ങളൊക്കെ കേൾക്കും. അപ്പൊ നിങ്ങൾ ആലോചിക്കും, ഷെടാ അന്ന് ജോയിൻ ചെയ്താൽ മതിയായിരുന്നു. സോ അതുകൊണ്ടാണ് പറയുന്നത്, ഇപ്പൊ കിട്ടുന്നത് ഏറ്റവും ലോവസ്റ്റ് ഫീലാണ് എന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. ആൻഡ് വി ആർ ഹാവിങ് ഫൺ ആൻഡ് കോമ്പറ്റീറ്റീവ് എൻവയോൺമെന്റ് ഓഫ് ലേണിംഗ്. നമ്മൾ ഒരിക്കലും കുട്ടികൾക്ക് സ്കൂളിൽ കൊടുക്കുന്ന പോലെ, കോളേജിൽ നിങ്ങൾക്ക് അസൈൻമെന്റ് തരുന്ന പോലെ ഒരുപാട് ടാസ്കുകളൊന്നും ചെയ്യിപ്പിക്കില്ല. പക്ഷെ വിൽ ബി ഗിവിങ് സം വെരി ഇമ്പോർട്ടൻറ്റ് ആക്ടിവിറ്റി. കാരണം പഠിക്കുന്നത് ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ട് നമുക്ക് ലേൺ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ദാറ്റ് ഈസ് സംതിങ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. ഗായ്സ്, ഐ ഹാവ് വൺ പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. ഇന്ന് എത്ര പേര് നിങ്ങൾ എൻവയോൺമെന്റ് ഡേ സെലിബ്രേറ്റ് ചെയ്തു? എങ്ങനെ സെലിബ്രേറ്റ് ചെയ്തു എന്ന് കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം. സ്കൂളിൽ സെലിബ്രേറ്റ് ചെയ്തു ബൈ പ്ലാന്റിങ് ദ പ്ലാന്റ്സ്. ഫൈൻ. ഓക്കെ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നമുക്ക് എൻവയോൺമെന്റ് ഡേ വരുന്ന സമയത്ത് വി ആർ ഹാവിങ് സെർട്ടൻ വെരി ഇമ്പോർട്ടൻറ്റ് തീം. ഓരോ പ്രാവശ്യം നമ്മളൊരു ഒബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. എനിവൺ നോ വാട്ട്സ് ദ തീം ഓഫ് ദിസ് പെർട്ടിക്കുലർ ഇയർ? എൻവയോൺമെന്റ് ഡേയുടെ തീം എന്താണെന്ന് അറിയോ ആർക്കെങ്കിലും? ജസ്റ്റ് നിങ്ങളോട് ചോദിക്കുക. ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ, അല്ലെ? പ്ലാസ്റ്റിക് പൊല്യൂഷനെ ഒഴിവാക്കുക, തടഞ്ഞു നിർത്തുക എന്നുള്ളത് പറയുന്നത്. അപ്പൊ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റി എത്രമാത്രം വന്നിട്ടുണ്ട്. അപ്പൊ അതിനെ നമ്മൾ ഇങ്ങനെ ചെറുത്ത് നിർത്തണം. അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇന്നത്തെ ദിവസം ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് നാളത്തെ ദിവസം വീണ്ടും പ്ലാസ്റ്റിക് കവറായിട്ട് സാധനം വാങ്ങിച്ചിട്ട്, ഫോർ എക്സാമ്പിൾ ലേസ് വാങ്ങിച്ചിട്ട് കഴിച്ചിട്ട് എന്ത് ചെയ്യും? കാറിലൊക്കെ പോകുന്ന സമയത്ത് പുറത്തോട്ട് ഒറ്റ എയർ എറിയും. അത് നമ്മൾ ചെയ്യാൻ പാടുണ്ടോ? ഇറ്റ്സ് നെവർ. അത് ഡംപ് ചെയ്യാൻ, പ്ലാസ്റ്റിക്കുകൾ ശേഖരിക്കാൻ പ്ലാസ്റ്റിക്കിന്റെ ആയിട്ടുള്ള ലൊക്കേഷൻസ് ഉണ്ട്. അവിടെ കൊണ്ടുവേണം നമ്മൾ ഇത് ഇടാൻ. ഓക്കെ, ഫൈൻ. അപ്പൊ ആ രീതിയിൽ കുറച്ച് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പ്രാക്ടിക്കലി നമ്മളൊന്ന് കുറച്ചുകൂടെ നമ്മൾ പ്രാക്ടിക്കലി പഠിക്കും. എന്തുകൊണ്ട് ജൂൺ 5 എൻവയോൺമെന്റ് ഡേ ആയി എന്നുള്ളൊരു ചോദ്യം ഉണ്ട്, അല്ലെ? അപ്പൊ അതിനൊക്കെ ഒരുപാട് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് പഠിപ്പിച്ചു തരുന്ന സെഷനാണ് ഇവിടെ വരാൻ വേണ്ടി പോകുന്നത്. ഇറ്റ് വിൽ ബി മോർ ഫൺ ആൻഡ് കോമ്പറ്റീറ്റീവ്. എൻവയോൺമെന്റ് ഉദ്ദേശിച്ചത് പ്രകൃതി അല്ല കേട്ടോ, നമ്മുടെ ആ ഒരു ക്ലാസ് റൂം എൻവയോൺമെന്റ് ആണ് ഉദ്ദേശിച്ചത്. ദെൻ ഫൈനലി ഫ്ലെക്സിബിൾ ടൈം ആൻഡ് ഡ്യൂറേഷൻ. നിങ്ങൾക്ക് ഫസ്റ്റ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 11th ജൂൺ വെനസ്ഡേ ആണ്. അതായത് അടുത്ത വെനസ്ഡേ ആണ് നിങ്ങളുടെ ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് നമ്മളൊരു ഇൻട്രോഡക്ടറി സെഷൻ വെക്കും.
ശേഷം നിങ്ങൾക്ക് ക്ലാസ്സസ് ഒക്കെ വരുന്നത് സാറ്റർഡേ ആൻഡ് സൺഡേസിലായിരിക്കും. ഒരു 3 മാസത്തെ ക്ലാസ് ഡ്യൂറേഷൻ രാത്രി 7 മണി മുതൽക്ക് തന്നെയായിരിക്കും നിങ്ങളുടെ സെഷൻ വരുന്നത്. ഇൻ കേസ് നിങ്ങൾക്കൊരു എമർജൻസി വന്നു ആൻഡ് യു ഗൈസ് ഹാവ് ടു ഗോ ടു സ്കൂൾ ഓർ യു ഗോ ടു ഔട്ട്സൈഡ് ഓർ സംതിങ്, അന്നത്തെ ക്ലാസ് മിസ്സായി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ റെക്കോർഡഡ് സെഷൻ ആസ് വെൽ. അങ്ങനെ നിങ്ങൾക്ക് റെക്കോർഡ് സെഷൻ വരെ കിട്ടുന്ന ഒരു പദ്ധതിയാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പ്രോഗ്രാം ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടപ്പെടാനും പോകുന്നില്ല. മാക്സിമം നിങ്ങളിത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ആകെ ചുരുക്കം. പാരന്റ്സിന് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ അഡ്മിഷൻ ഓപ്പൺ ആണ്. ഓൺലൈനിൽ സൂം ലൈവ് ക്ലാസ് ഇപ്പൊ നമ്മൾ ഇരുന്ന പോലെ. ഇപ്പൊ ആക്ച്വലി നിങ്ങൾ കഴിഞ്ഞ ഒരാഴ്ച ഇരുന്നത് ഒരു ഡെമോ സെഷനിലാണ്. നിങ്ങൾക്ക് ഇത് എത്രമാത്രം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതനുസരിച്ച് നിങ്ങൾ പ്രൊസീഡ് ചെയ്യാം. ഇത് മാത്രമല്ല, വി ആർ ഹാവിംഗ് മോർ ഇവന്റ്സ്. നമുക്ക് 7 ദിവസത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരുപാട് ക്ലാസ്സസും സ്കില്ലിന്റെ കാര്യങ്ങളൊക്കെ ഇനി വരാനുണ്ട്. അപ്പോൾ ഈ രീതിയിലായിരിക്കും നമ്മൾ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതും. നിങ്ങൾ എല്ലാവരും ആ സെഷനിൽ പങ്കെടുക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങൾ എല്ലാവരും മിടുക്കികളുമാണ്. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കാരണം ഞാൻ പലപ്പോഴും എന്റെ 2ാമത്തെ സെഷനിൽ ഞാൻ പലപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴേക്ക് വളരെ ആക്റ്റീവായിട്ട് ഉത്തരം പറയുന്ന ആൾക്കാരാണ് നിങ്ങൾ ഓരോരുത്തരും. അതുകൊണ്ട് ഞാൻ പറയുന്നത് വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ ഈ പ്രിപ്പറേഷനെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. നമ്മുടെ പ്രിപ്പറേഷന്റെ സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സിന്റെ ഒരു ബ്രീഫ് ഐഡിയ ഇവിടെയും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഒന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സെഷനിലൂടെ GKയുടെ ജനറൽ നോളജിന്റെ ഒരുപാട് കാര്യങ്ങൾ ലഭ്യമാകും. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റുമായി നമ്മുടെ ടിപ്പുകളും അതിന്റെ സ്പെഷ്യൽ സെഷനുകളും വരും. അലോങ് വിത്ത് സ്കിൽ സെഷന്റെ കൂടെ ആയിട്ട് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റും വരും. ആൻഡ് സം ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ലേണിംഗ് സിസ്റ്റം ആയിരിക്കും വരുന്നത്. പറഞ്ഞ പോലെ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് വരും. സാറ്റർഡേ ആൻഡ് സൺഡേ 7 മണിക്കായിരിക്കും. 3 മാസം ലൈവ് സപ്പോർട്ടാണ് വരുന്നത്. 11-ാം തീയതി, ദാറ്റ് ഈസ് നെക്സ്റ്റ് വെനസ്ഡേ, അന്നാണ് ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം, അതായത് മാക്സിമം നമ്മൾ 30 സ്റ്റുഡൻസിനെ മാത്രമാണ് ആദ്യത്തെ ബാച്ചിലോട്ട് കൊണ്ടുപോകുന്നത്. സംടൈംസ് യു ഹേർഡ് അബൌട്ട് ദിസ് കോൺസെപ്റ്റ് സൂപ്പർ 30 എന്ന് പറയുന്നത് 30 പേരുടെ ഒരു കൂട്ടായ്മയാണ്. ആ 30 പേരെ എടുത്തിട്ട് ആ 30 പേരെ വളരെ ഫോക്കസ് ചെയ്ത് ട്രെയിൻ ചെയ്തെടുത്തിട്ട് മാറ്റങ്ങൾ കൊണ്ടുവരിക. അതാണ് ഈ ഒരു കോൺസെപ്റ്റിന്റെ അർത്ഥം. അപ്പൊ അതുകൊണ്ട് നമ്മൾ 30 പേരൊക്കെയാണ് മാക്സിമം എടുക്കുക. നിങ്ങൾ താല്പര്യമുള്ള ആൾക്കാർ ചെയ്യേണ്ടത് 2500 രൂപയാണ് നമ്മുടെ ടോട്ടൽ ഫീസ് വരുന്നത്. 3 മാസത്തേക്ക് ടോട്ടലി വരുന്നതാണ്. ക്ലാസ്സസ് വിൽ ബി ഇൻ ഇംഗ്ലീഷ് ആസ് വെൽ ആസ് മലയാളം, രണ്ടിന്റെയും മിക്സ്ഡ് വേർഷൻ ആയിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സസ് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ ആ രീതിയിൽ മലയാളം മാത്രം നമ്മൾ നടത്തില്ല, ഇംഗ്ലീഷ് മാത്രം ആക്കുകയും ചെയ്യില്ല. കാരണം നമുക്ക് കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ക്ലിയർ ആവുകയൊക്കെ ചെയ്യണമല്ലോ. അപ്പൊ ആ രീതിയിലുള്ള ഒരു ലേണിംഗ് പ്രോസസ് ആണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് വളരെ ബ്രീഫായിട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ? എനി ഡൗട്ട് ഫ്രം യുവർ സൈഡ്? നിങ്ങൾക്ക് ഡൗട്ട് ഇല്ല എന്നൊക്കെ തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ചാറ്റ് ബോക്സിൽ ഒരു ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക. എന്തിനാണ്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വി ആർ ഹാവിംഗ് ഓൺലി ലിമിറ്റഡ് സീറ്റ്സ്. ഒരുപാട് സീറ്റും കാര്യങ്ങളൊന്നും നമ്മൾ വെക്കുന്നില്ല. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള 30 പേരുടെ അഡ്മിഷൻ ആണ് നമ്മൾ നോക്കുള്ളൂ ആദ്യത്തെ ബാച്ചിലോട്ട്. ഓക്കെ, അപ്പൊ അവരെ കൃത്യമായിട്ട് ട്രെയിൻ ചെയ്തെടുത്തിട്ട് അവർക്ക് അപ്ഡേറ്റുകൾ കൊടുത്തിട്ട് അവർക്ക് വേണ്ട ബാക്കിയുള്ള സപ്പോർട്ടുകൾ ത്രൂ സിവിൽ സർവീസ് നയിക്കുന്ന ഫാക്കൽറ്റീസ്, അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പൊ ഞാൻ നമ്മുടെ ചാറ്റ് ബോക്സിൽ ഗൂഗിൾ ഫോമും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഫൈൻ. അപ്പൊ താല്പര്യമുള്ള ആൾക്കാരെ അത് ഫില്ലപ്പ് ചെയ്യാം. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇഫ് യു ഹാവ് എനി ഡൗട്ട് ജസ്റ്റ് ആസ്ക് മീ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇസ് ദാറ്റ് ക്ലിയർ? ഐ എം വെയിറ്റിംഗ് ഫോർ യുവർ ചാറ്റ് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾ ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞവരുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുകയും ചെയ്യാം കേട്ടോ. ഫസ്റ്റ് ബാച്ച് കഴിഞ്ഞ് നെക്സ്റ്റ് ബാച്ച് ഉണ്ടോ? നെക്സ്റ്റ് ബാച്ച് പിന്നീടായിരിക്കും വരിക. പക്ഷെ ഞാൻ പറഞ്ഞില്ല, മലയാള മനോരമയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ പേയ്മെന്റ് കൂടും. ഓക്കെ, ലിങ്ക് നിങ്ങളുടെ ഗ്രൂപ്പിൽ വരും കേട്ടോ. ഡോൺ വറി. നമ്മുടെ സെഷൻ കഴിഞ്ഞ ഉടനെ നിങ്ങളുടെ ഗ്രൂപ്പിലും മറ്റൊക്കെ ആയിട്ട് വരും. സോ ജസ്റ്റ് യൂസ് ഇറ്റ് വെരി വെൽ. നിങ്ങളുടെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട് സർക്കിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എത്തിച്ചു കൊടുക്കുക. ഞാൻ പറയുന്നു, നിങ്ങൾ ഒരിക്കലും അടുത്ത ബാച്ച് എന്ന് പറഞ്ഞ് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. മേ ബി യു ഹാവ് ഡിഫറെന്റ് റീസൺ. വിത്ത് ഓൾ റെസ്പെക്ട്, നിങ്ങൾ പറ്റുമെങ്കിൽ ഈ ബാച്ചിൽ തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, നെക്സ്റ്റ് ബാച്ച് ഓൺവേർഡ്സ് ദ പ്രൈസ് വിൽ ബി ചേഞ്ച്. അപ്പൊ നിങ്ങൾക്ക് ഒരു അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഏറ്റവും നല്ല ക്വാളിറ്റി പ്രോഗ്രാം കിട്ടുന്ന ഒന്നാണ് ഈ ഒരു ഇവന്റ്. അതുകൊണ്ട് മിസ്സാക്കണ്ട കേട്ടോ. ഫൈൻ.
ഇതാണ് ബേസിക് ആയിട്ടുള്ള ഐഡിയ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഹോപ്പ് യു ഗൈസ് ഹാഡ് എ ബെറ്റർ ഐഡിയ റിഗാർഡിംഗ് ദിസ് വൺ. നിങ്ങളുടെ ഗ്രൂപ്പിൽ വരും ലിങ്ക്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഗ്രൂപ്പിൽ വരുന്നതായിരിക്കും. ഞാൻ ഒറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ഈ ഈ ഒരാഴ്ചത്തെ സെഷനിലായിക്കൊണ്ട് നിങ്ങൾക്ക് ക്ലാസ്സസും കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ തുടക്കത്തിൽ വെച്ചപ്പോൾ പലരും നല്ല പോസിറ്റീവ് ആയിട്ടുള്ള അഭിപ്രായങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളത് കൃത്യമായിട്ട് ഫില്ലപ്പ് ചെയ്യുക. നമ്മുടെ എമിനന്റ് PSCയുടെ യൂട്യൂബ് ചാനൽ അതുപോലെ ഇൻസ്റ്റഗ്രാം പേജ് അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാവി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അറിയാനും പറ്റും. യൂട്യൂബിൽ നമ്മുടെ ബാക്കി ക്ലാസ്സസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ആ ക്ലാസ്സുകളെല്ലാം അവിടെ അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്നതാണ് കേട്ടോ. ഫൈൻ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? എനിത്തിങ് ഫ്രം യുവർ സൈഡ് ഗൈസ്? ഇതാണ് നമ്മുടെ സിവിൽ സർവീസ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നതിന്റെ ഒരു ബ്യൂട്ടിഫുൾ പിക്ചർ. ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ 3 മാസം നിങ്ങൾ നമ്മുടെ കൂടെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകും. അതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ലേണിംഗ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാം. അത് നിങ്ങളുടെ സ്കൂൾ കാലഘട്ടത്തിലെയും കോളേജ് കാലഘട്ടത്തിലെയും പ്രിപ്പറേഷന് വരെ സഹായിക്കുന്ന ഒന്നായിരിക്കും കേട്ടോ. അത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട്. ഓക്കെ, കഴിഞ്ഞ 2 കൊല്ലത്തിനുള്ളിൽ 1000-ലേറെ സ്റ്റുഡൻസ് മനോരമയുമായിട്ടുള്ള അസോസിയേഷനിൽ പഠിച്ചിറങ്ങിയിട്ടുള്ള സ്ഥാപനം കൂടിയാണ് എമിനന്റ് IAS. സോ മാക്സിമം നിങ്ങൾ അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ദാറ്റ് വുഡ് ബി മച്ച് മോർ ഗ്രേറ്റർ. നിങ്ങൾക്ക് എന്തായാലും കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് മാക്സിമം നല്ല രീതിയിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞു തരാനും ഗൈഡ് ചെയ്യാനും നിങ്ങളുടെ ഒരുപാട് കഴിവുകൾ കാണാനൊക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതിലൊക്കെ വി ആർ ഹാപ്പി. ആൻഡ് കഴിഞ്ഞ ദിവസങ്ങളിൽ കറക്റ്റ് ടൈമിൽ ജോയിൻ ചെയ്ത് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. താങ്ക് യു ഡിയർ പാരന്റ്സ് ആസ് വെൽ ആസ് ദ സ്റ്റുഡൻസ്. ഓക്കെ, രണ്ടുപേരോടും നന്ദി പറഞ്ഞിട്ട് എമിനന്റ് IASന്റെ പേരിൽ നമ്മൾ ഈ ബാച്ച് ഈ ഫ്രീ സിവിൽ സർവീസ് ഫൗണ്ടേഷൻ പ്രോഗ്രാം ഇവന്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? വി ആർ ഹോപ്പിംഗ് യു ഗൈസ് ഇൻ ദ മെയിൻ പ്രോഗ്രാം. ഓക്കെ, ഷാൾ ഐ വൈൻഡ് അപ്പ്? Yeah, thank you all. Thank you. Thanks for your courtesy. Okay. Thank you. Good night. Bye-bye.